ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് DIYs ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന 2 ടോണേഴ്സും 2 ഫേസ് മാസ്കുമാണ്. ഇത് നമുക്ക് സേഫ് ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ DIYs ആണ് കേട്ടോ. ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും എടുത്ത് മുഖത്തിടുമായിരുന്നു. ഈ മഞ്ഞളിടും, കോഫിയും ഷുഗറും സ്ക്രബ് ആയ ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, അതിടുമായിരുന്നു. ബേക്കിംഗ് സോഡ ഇടുമായിരുന്നു. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്കൊരു സ്കിൻ അങ്ങ് ബ്രൈറ്റൻ ആയി എന്ന് നമുക്കൊരു ഫീല് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇടുമായിരുന്നു. അതൊക്കെ ലോങ് റണ്ണിൽ ഭയങ്കരമായിട്ട് സ്കിന്നെ ഡാമേജ് ആക്കുന്ന സാധനമാണെന്ന് ദയവ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന മൊത്തം ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, എന്നാൽ നല്ല എഫക്റ്റീവുമാണ്. ഇതിനകത്ത് ഫേസ് മാസ്ക് നിങ്ങൾക്ക് വീക്ക്ലി ട്വൈസോ ത്രൈസോ ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കഴുത്തിന്റെ ഇവിടെ ഇട്ട് നോക്കുക. ഒരു 5 minutes ലീവ് ഓൺ ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്തിടാം. ആൻഡ് ടോണേഴ്സ് നിങ്ങൾ എല്ലാ ദിവസവും ഫേസ് വാഷിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ടോണേഴ്സ് എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് ഒരു 1 week ഒക്കെ സുഖമായിട്ട്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 week സുഖമായിട്ട് ഒരു കേടും വരാണ്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാനും പറ്റും. സോ ഞാൻ അധികം ലാഗ് ആക്കുന്നില്ല. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന 2 DIYസിലെ കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസാണ്. അപ്പോൾ ആദ്യം ഈ റൈസ് നമ്മളൊരു 24 മണിക്കൂർ കുതിർക്കാനിടണം. അപ്പോൾ ആ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടർ ആൻഡ് റൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു DIYയും ടോണറും ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതാക്കിയിട്ട് നമുക്ക് നേരെ പോയി ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. ബാക്കി ഒരു DIYക്കും ബാക്കി 2 ടോണേഴ്സിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഏത് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനും ഒക്കെ അവൈലബിൾ ആണ്. എവിടെ നിന്ന് വേണം നിങ്ങൾക്ക് വാങ്ങിക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ലുലു ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി വാങ്ങിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അവിടെ തന്നെ പോകണമെന്ന് ഒരു വാശിയില്ല കേട്ടോ, എവിടെ വേണോ പോയി വാങ്ങിക്കാം. ഓക്കെ, ഇവിടെ ഇത്രയും റോസ് വാട്ടേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇൻഗ്രീഡിയൻറ്റ് വൈസ് ആകെ ധാത്രിയുടെ മാത്രമാണ് എനിക്ക് ഇവിടെ ഓക്കെ ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഓൺലൈൻ ഇഷ്ടം പോലെ പ്യുവറസ്റ്റ് ഫോം 100% റോസ് വാട്ടർ അവൈലബിൾ ആയിരിക്കും. ഞാൻ കുറേയൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതിന് ഏതെങ്കിലും വാങ്ങിച്ചാലും മതി. അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കി വാങ്ങണേ, അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മുരിങ്ങ പൗഡറാണ്. ഈ നമ്മൾ മുരിങ്ങയില ഉണ്ടെങ്കിൽ മുരിങ്ങയില എടുത്താലും മതി. പക്ഷേ മുരിങ്ങ പൗഡർ കുറച്ചുകൂടി നമ്മൾ ഈ DIY ഉണ്ടാക്കുമ്പോൾ ആ ടെക്സ്ചർ അടിപൊളിയായിട്ട് നിൽക്കാൻ പൗഡറാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. മറ്റേ നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടിയൊക്കെ വരും, അത് നമ്മൾ വിചാരിക്കുന്ന ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ അത് വേണം. പിന്നെ നമുക്ക് ഗ്രീൻ ടീ വേണം. ഏത് ബ്രാൻഡാണെങ്കിലും മതി. ഞാനിപ്പോൾ ലിപ്റ്റൺ കാണിക്കുന്ന കണ്ട് പോയി അത് വാങ്ങിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒരു പാക്കറ്റ്. പിന്നെ നമുക്ക് ക്യൂക്കമ്പർ വേണം. ക്യൂക്കമ്പർ നല്ലത് നോക്കി എടുക്കുക, നമ്മൾ തൊലി കളയില്ല. സോ നല്ല വൃത്തിയുള്ള ഒരെണ്ണം നോക്കി ചൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് അലോവേര വേണം. അലോവേര ഫ്രഷ് അലോവേര അവൈലബിൾ ആണെങ്കിൽ അതാണ് നല്ലത്. ഇനി അങ്ങനെയല്ല ജെല്ല് വേണമെങ്കിൽ അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, അതിലേതെങ്കിലും വാങ്ങിയാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യൂക്കമ്പർ ഗ്രീൻ ടീ ടോണറാണ്. അതിനായിട്ട് നമുക്ക് ക്യൂക്കമ്പറും ഗ്രീൻ ടീ വേണം. ഗ്രീൻ ടീ ഇങ്ങനെ സാഷേ വാങ്ങിച്ചു കേട്ടോ, റാദർ ദാൻ മറ്റു പൊടിയാണെങ്കിൽ ഇരട്ടിപ്പണിയാണ്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്യൂക്കമ്പർ നല്ല രീതിയിൽ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്ത് നല്ലൊരു കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുക്കുക. അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇഷ്യൂസ് ഒന്നും വരില്ല. അടുത്ത് നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്കൊരു 50 ml വാട്ടർ വേണം. ഈ വക സാധനമൊന്നും യൂസ് ചെയ്ത് അളക്കേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. നിങ്ങളൊരു 50 ml വാട്ടർ എടുക്കുക. അതിൽ ഗ്രീൻ ടീ സാഷേ ഇട്ട് നല്ലോണം തിളപ്പിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് സാഷേ ഇടാറാണ്. ഇതങ്ങനെയല്ല, ഇട്ട് തന്നെ തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഗ്രീൻ ടീയുടെ ചൂട് നല്ലോണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ടോണർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീക്ക് പകരം കെമോമൈൽ ടീസും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ടോണർ മിക്സ് ചെയ്യാനായിട്ട് നല്ലോണം കഴുകി ഡ്രൈ ചെയ്തൊരു ബോട്ടിലിലേക്ക് 50 ml ക്യൂക്കമ്പർ ജ്യൂസും അതുപോലെ തന്നെ 50 ml ഗ്രീൻ ടീയും ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മൾ ഏത് ഫാർമസി ചോദിച്ചാലും ഈ ഗ്ലിസറിൻ അവൈലബിൾ ആയിരിക്കും. അത് വാങ്ങി എനിക്ക് തോന്നുന്നു ഒരു 80 രൂപ എന്തോ ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിക്കുക. അതിനൊരു 2 ml നമ്മൾ ഈ ടോണറിലേക്ക് ആഡ് ചെയ്യുക. കറക്റ്റ് 2 ml മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കൂടുതൽ ഉപയോഗം കിട്ടും, അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. സോ കറക്റ്റ് 2 ml ആഡ് ചെയ്യുക. നല്ലോണം ബോട്ടിൽ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോണർ സെറ്റായിട്ടുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്, ഭയങ്കര സൂത്തനിങ് ആണ്. ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ടൈപ്പുകാർക്കും ആക്നി പ്രോൺ സ്കിൻ ടൈപ്പുകാർക്കും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രൈറ്റനിങ് ടോണറാണ് കേട്ടോ. അപ്പോൾ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇന്നലെ നമ്മൾ കുതിർക്കാൻ വെച്ച അരിയില്ലേ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെള്ളം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും പിറ്റേ ദിവസം ആകുമ്പോൾ. അപ്പോൾ അത് ഒരു 50 ml എടുക്കുക. നമ്മൾ നേരത്തെ കഴുകി ഉണക്കി വെച്ച ബോട്ടിലിലേക്ക് ആ 50 ml റൈസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മൾ ഈക്വൽ എമൗണ്ട് എടുക്കുക. അതായത് റൈസ് വാട്ടർ എടുത്ത് അതേ എമൗണ്ട് 50 ml എടുക്കുക.
ആൻഡ് നമ്മൾ ഈ ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് ഗ്ലിസറിൻ എടുക്കുക, അതൊരു 2 ml ഈ ടോണറിലേക്ക് ആഡ് ചെയ്യുക. നല്ലോണം ബോട്ടിൽ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ആദ്യത്തെ ഫേസ് പാക്കിലേക്ക് നമുക്ക് കസ്തൂരി മഞ്ഞൾ, അതായത് വെള്ള കസ്തൂരി മഞ്ഞളില്ലേ, അതിൻ്റെ പൊടി നമുക്ക് വേണം. അതുപോലെ തന്നെ മുരിങ്ങ പൗഡർ വേണം. ഇത് രണ്ടുമാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ മുരിങ്ങ പൗഡർ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മുരിങ്ങയില കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കി എടുത്താലും മതി. അപ്പോൾ 2 സ്പൂൺ കസ്തൂരി മഞ്ഞളും 2 ടീസ്പൂണാണ് 2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുരിങ്ങ പൗഡറും ആഡ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ എടുത്ത ക്യൂക്കമ്പർ ജ്യൂസ് ഇല്ലേ, അതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ക്യൂക്കമ്പർ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ എടുക്കാം, അതുപോലെ മിൽക്ക് എടുക്കാം, കേർഡ് എടുക്കാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണോ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് റോസ് വാട്ടറാണ് കേട്ടോ. ഇത് ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു മാസ്കാണ്. ഇങ്ങനെ തരിതരിപ്പൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സ്മൂത്താണ്. ഈവൻ നമുക്ക് കിഡ്സിന് വേണമെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കാണ്. ഇനി അടുത്തത് ഒരു ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആണ്. അതിനകത്ത് നമുക്ക് റൈസ് ഫെർമെൻറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ റൈസും നമുക്ക് വേണം, പിന്നെ അലോവേര ജെല്ല് വേണം. ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അരിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. അതിലൊരു തരിയും പാടില്ല. തരി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഇങ്ങനെ പോറലൊക്കെ വീഴും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയാൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബ്രൈറ്റനിങ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് വീഡിയോ ഇനിയും വേണമെങ്കിലോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ഞാൻ പറയണമെന്നുണ്ടെങ്കിലോ, ഓർ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലവ് കിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ.